ഹായ് ഫ്രണ്ട്സ്, പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു അടിപൊളി വിഭവവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട്. 4 മണിക്ക് ചായയുടെ കൂടെയോ ഫുഡിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. സോയയും മുട്ടയുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട്, അത് പിന്നീട് പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയ എന്ന് പറയുമ്പോൾ സോയ ബീൻ അല്ല, സോയ ചങ്ക്സ് ആണ് കേട്ടോ. സോയ ചങ്ക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. സോയാബീൻ എന്ന് പറയുന്നത് പയർ പോലെയുള്ള സാധനമാണ്. നമ്മുടെ വെള്ളപ്പയറിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാകും അതിന്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് സോയാബീൻ പറഞ്ഞ് വാങ്ങുന്നത് സോയ ചങ്ക്സ് ആണ് കേട്ടോ. അത് വലുതും ചെറുതും ഉണ്ട്. അപ്പോൾ നമ്മൾ സോയ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അത് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. സിമ്മാക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സോയ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡക്ഷൻ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സോയ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് മുട്ട എടുത്ത് വെക്കാം. ഞാനിവിടെ 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചമുളക് 2 ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടീസ്പൂണിൻ്റെ അളവിലുണ്ടാവും കേട്ടോ ഇഞ്ചി. സോയ തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു കളയാം. വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം സോയയായിരുന്നു ഞാൻ എടുത്തത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഫൈനായി അരയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലതുപോലെ ചതച്ചെടുക്കുക. നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മുട്ടയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുട്ടയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ 4 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. ബ്രെഡ് ചെറിയ പീസുകളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ബ്രെഡ് നല്ലതുപോലെ പൊടിഞ്ഞ് ചേരുന്നത് വരെ മിക്സ് ചെയ്യാം കേട്ടോ.
ദോശപാത്രം അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ചൂടിൽ വേണം ഇത് ഉണ്ടാക്കാൻ കേട്ടോ. ചൂട് കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കണേ. ഒരു കരണ്ടി കൊണ്ട് കോരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡ് കൂടി നല്ലതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് എടുക്കാം. ചെറുചൂടിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ കൂട്ട് കൊണ്ട് 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 3 എണ്ണമായിട്ടാണ് എടുക്കുന്നത്. ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ ഓംലെറ്റ് പോലെ ഉണ്ടെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പുറം ഭാഗം ക്രിസ്പിയാണ്. ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഉൾവശം നല്ല സ്പോഞ്ച് പോലെയുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ ബൈ.